നിങ്ങൾക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. പിന്നെ ഇതിന്റെ സംവിധായകൻ അഖിൽ കോട്ടാത്തല. കോട്ടാത്തല എന്നായിരുന്നു ആദ്യത്തെ പേര്. ഇന്നിവിടെ വന്നപ്പോഴാണ് മാരാറായി മാറിയത്. അല്ല, നീ എങ്ങനെ അറിഞ്ഞു? ഇയാള് കുഴപ്പമാക്കോ? നല്ല എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. എല്ലാ പാർട്ടിയിലും വർക്ക് ചെയ്ത ഒരാളാണ്. അത് തന്നെ ഞാനും പറയണേ. ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. അത് ആദ്യം കോൺഗ്രസിലായിരുന്നു, പിന്നെ കമ്മ്യൂണിസ്റ്റായി, അവസാനം BJP ആയി. അമ്മക്കിപ്പോ ഇടത് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു വെറുതെ. അത് പിന്നെ പാർട്ടി ബേസിൽ ഞാനും വിളക്കൂതി വാസുവൊക്കെ എന്താ അങ്ങേരുടെ ഒപ്പമാണ്. ഇനിയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഷ്ടം. അത് ആദ്യം കോൺഗ്രസിലായിരുന്നു, പിന്നെ കമ്മ്യൂണിസ്റ്റായി, അവസാനം BJP ആയി. VD സതീശൻ രാവിലെ പറയുന്നതാണോ വൈകിട്ട് പറയുന്നത്? പിണറായി വിജയൻ ഇന്ന് പറയുന്നതാണോ നാളെ പറയുന്നത്? പിന്നെന്താ എനിക്ക് പറ്റിച്ചാല്? അവസാനം എല്ലാത്തിലും പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് അതിന്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് വ്യക്തമാണ്. ആക്കിയതാണല്ലേ ഞാൻ ഊഹിച്ചു. നമുക്കും ഗുണകരമാകട്ടെ. അതിലെ നല്ല ആക്ഷേപഹാസ്യങ്ങൾ നമുക്കും കാണാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാ. പിന്നെ പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രില്യന്റ് ആയതുകൊണ്ടാവാം. ഉമ്മാർക്ക് ആകെ അറിയാവുന്ന അഖിൽമാരെ മാത്രമാവും. അതുകൊണ്ടാണ് ഉമ്മാർക്ക് തോന്നുന്നത്, അയ്യോ അഖിലേട്ടൻ അങ്ങനെ പറഞ്ഞത് ഇന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ. അവന്മാര് പറയട്ടെന്നേ. മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുപോലെ സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് അങ്ങേറ്റം ആശംസിക്കുന്നു. അഖിൽ മാര. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ. എനിക്ക് അവന്മാര് സാറിന് താങ്ങിയത് പോലെ തോന്നി. അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി കാണും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. പോയിട്ട് രാവിലെ വരാം.